ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓണം സീരീസ് എപ്പിസോഡ് 10 കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന പപ്പടം കൊണ്ടുണ്ടാക്കുന്ന ഒരു വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ, അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇതിനായിട്ട് 1.5 കപ്പ് പത്തിരിപ്പൊടി ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് കടലമാവ്, പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, ഇത്രയാണ് ആവശ്യം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പപ്പടം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് പത്തിരിപ്പൊടി, പിന്നെ കടലമാവ്, ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, ഇതൊക്കെ 1 ടീസ്പൂൺ വെച്ച് മതി. പിന്നെ കുറച്ച് കറുത്ത എള്ള്, ഇത്രയും ചേർത്ത് ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് കട്ടിക്കനെ ഒന്ന് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഒരു നല്ല ലൂസായി പോകരുത് കേട്ടോ. അതായത് നമ്മൾ ഒരു ചെറിയൊരു കോട്ടിങ് പോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇനി പപ്പടം എടുത്ത് പെട്ടെന്നൊന്ന് മുക്കിയെടുക്കുക. ഇത് നനഞ്ഞു പോകും, അപ്പോൾ കുതിർന്ന് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഒന്ന് മുക്കുക, പെട്ടെന്നൊന്ന് എണ്ണയിലോട്ടൊന്ന് ഇടുക. അപ്പം ചൂടായി നല്ല ചൂട് തന്നെ വേണം കേട്ടോ ഈ എണ്ണയ്ക്ക്, അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് തിരിച്ച് മറിച്ച് നമുക്ക് ഒരു 2-3 മിനിറ്റ് വേണ്ടി വരും നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ പത്തിരി മാവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ അല്പം ഒന്ന് കുറയ്ക്കാം കേട്ടോ. കുറച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ക്രിസ്പിനെസ് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ കാണിച്ചാൽ ഇതിന് അധികം സമയം വേണ്ട, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ചായ വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് എടുക്കണം. അപ്പം പണ്ട് ഓണക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കൊണ്ടിരുന്നത് വളരെ ചിലവ് കുറഞ്ഞൊരു ഐറ്റമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോഴും വീട്ടിലമ്മമാരും ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ അധികം ചിലവൊന്നുമില്ല, പപ്പടത്തിൻ്റെ പൈസയും മാത്രമേ വരുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടെയാണ്. കാരണം വെച്ചാൽ പപ്പടം ഇഷ്ടമില്ലാത്ത കുട്ടികൾ ആരും തന്നെ ഇല്ല തന്നെ. അപ്പം അതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി ഇപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കാണ് ആകുന്നത്. അപ്പോൾ ഇത്രയും ക്രിസ്മസ് ആയിട്ട് വരുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് പറഞ്ഞത്. അപ്പം കുറച്ചൊരു സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. തണുത്തിട്ടില്ല, ഒരല്പം ചൂടുണ്ട്, അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ക്രിസ്പി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.